കോളേജിൽ പഠിക്കുമ്പോൾ ഇന്നും നമ്മൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും അതുപോലെ പ്രത്യേകിച്ചും കലാപരിപാടികളിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒന്നാമത്തെ ഏറ്റവും വലിയൊരു അനുഭവം ക്ലാസ്സിൽ പോകണ്ട, കയറണ്ട. രണ്ടാമത് എല്ലാ ടീച്ചേഴ്സിൻ്റെയും അത്യാവശ്യം കണ്ണിലുണ്ണിയാണ്, എസ്പെഷ്യലി ഗേൾസിൻ്റെയും. ആ ഒരു കാലം എങ്ങനെ മെമ്മറൈസ് ചെയ്യും? കോളേജ് മഹാരാഷ്ട്രയിലാണ് ഞാൻ പഠിച്ചത്. പക്ഷെ കഷ്ടകാലത്തിന് ഞങ്ങൾ പഠിക്കണ 3 വർഷവും കലോത്സവം ഉണ്ടായില്ല. ഈ യൂണിയൻ നിരോധിച്ച കലോത്സവം വേണ്ട, നമുക്ക് പ്രാക്ടീസ് സംഘടിപ്പിക്കാമല്ലോ. കലോത്സവം ഇല്ല, ഞാൻ പഠിച്ചത് ബികോമിലാണ്. ഞങ്ങൾക്ക് സെമസ്റ്ററാണ്, 6 മാസം കൂടുമ്പോൾ പബ്ലിക് എക്സാമാണ്. ക്ലാസ്സിലാണെങ്കിൽ കട്ടപ്പടിപ്പിസ്റ്റുകൾ മാത്രം. 26 സീറ്റുള്ളൂ മഹാരാഷ്ട്രയിൽ ബികോമിന്. അപ്പോൾ ഞാൻ പിന്നെ ആർട്സ് കോട്ടയൊക്കെ ആയിട്ട് പേരിൽ എനിക്ക് ഇവരുടെ അത്രയും വലിയ താല്പര്യമില്ല പഠിക്കാനും പ്രൊജക്റ്റ് വെക്കാനൊക്കെ. എന്നാലും കുഴപ്പമില്ല, ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ്സാണ്. അന്നേ സിനിമ ഉണ്ടായിരുന്നു. ഏതാണ് സിനിമയിൽ ഞാൻ എഴുതണം, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഏത് മേഖലയാണ് ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്? അഭിനയം തന്നെയാണ്. ചെറുപ്പം തുടങ്ങി അഭിനയിക്കാനുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉറ്റുനോക്കിയിട്ടുള്ളതും. അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതിയതും. ആദ്യമേ നമുക്ക് വേണ്ടി വേറെ ആരും എഴുതുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തന്നെ എഴുതിയതാണ്. അത് പിന്നെ ദൈവം അനുഗ്രഹിച്ച് വലിയ താരങ്ങളൊക്കെ വന്ന് ആ സിനിമ നന്നായിട്ട് പോയി. അതിന് ശേഷം അവരൊക്കെ നമ്മൾ എഴുതിയ ഡയലോഗുകൾ പറഞ്ഞ് സ്ക്രീനിൽ നിൽക്കണ കാണുമ്പോൾ നമുക്ക് കിട്ടണ ഒരു സംതൃപ്തി വേറെയാണ്. നമ്മൾ എഴുതുമ്പോൾ നമ്മളെ തന്നെ അഭ്രപാളി കാണുമ്പോൾ നമ്മൾ ഇന്ന ആളായിരിക്കണം. അപ്പം അതിൽ പൃഥ്വിരാജുണ്ട്, ഇന്ദ്രജിത്തുണ്ട്, ജയസൂര്യ ഉണ്ട്. വിഷ്ണു അതിൽ ആരായിരുന്നു? അതിൽ ഞങ്ങൾ എഴുതുന്ന സമയത്ത് അന്തോണി എന്ന് പറഞ്ഞ മീൻസ് ഇന്ദ്രേട്ടൻ ചെയ്ത ക്യാരക്ടറാണ് ഞാൻ എൻ്റെ ഉദ്ദേശിച്ച് എഴുതിയത്. ജയസൂര്യ ചെയ്ത ക്യാരക്ടറാണ് ബിബിനെ ഉദ്ദേശിച്ച് എഴുതിയത്. പിന്നെ ഞങ്ങളുടെ വേറെ സുഹൃത്തുണ്ട് ഋതിൻ എന്ന് പറഞ്ഞിട്ട്, ഇതൊരു എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ്. അതെ അതെ. പക്ഷെ അതിനുശേഷം ഞങ്ങൾ എഴുതുമ്പോൾ ഈ അമർ കഴിഞ്ഞതിന് ശേഷം ഈ സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ, കട്ടപ്പന പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെയൊന്നും ഇനി വെക്കേ വേണ്ട, പൃഥ്വിരാജ് ജയസൂര്യ ഇതുവരെ ആ റേഞ്ചിൽ നിന്ന് താഴത്തേക്ക് പോരേണ്ട കാര്യമില്ലല്ലോ, ആസിഫ് അലി ഒക്കെ ഉണ്ട്. ആ ലൈനിലാണ് ഞങ്ങൾ അടുത്ത സിനിമ പ്ലാൻ ചെയ്തത്. പക്ഷേ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശൊക്കെ പറഞ്ഞത് ഈ കഥാപാത്രം ചെയ്യാൻ ഏറ്റവും സ്യൂട്ട് നീയാണ്, ഇത് നീ ചെയ്താൽ മതി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പടം ഡയറക്റ്റ് ചെയ്യാൻ. നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഫീഡ്ബാക്ക് കിട്ടുമ്പോഴാണ്. പ്രത്യേകിച്ചും പുറത്തു നിന്നും ഒരു സാധാരണക്കാരനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ക്രീനിൽ വന്നു, താരമായി, കയ്യടി വാങ്ങി. പക്ഷേ ഒരു സിനിമയിൽ എഴുതുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥാനവും പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്ന ഒരു പ്ലേസാണ്. അതെത്രത്തോളം ആ ഒരു ഫീഡ്ബാക്ക് എങ്ങനെ, ആരൊക്കെ വിളിച്ചു മലയാള സിനിമയിൽ? കുറേ പേര് വിളിച്ചു. പെട്ടെന്ന് പേര് പറയാൻ ചിലരെ വിട്ടുപോയാൽ ഇനി അവരെന്തെങ്കിലും വിചാരിക്കും. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ തന്നെ മേജർ രവി സാറൊക്കെ വിളിച്ചു. എടുത്ത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി മേജറാണല്ലോ, പട്ടാളത്തിലായിരുന്ന കക്ഷിയാണ്. നമ്മുടെ നുഴഞ്ഞുകയറ്റക്കാരായ പാകിസ്ഥാൻകാരെ വെടിവെച്ചിടുന്ന ഈ മേജർ രവി സാറ് എന്നോട് പറഞ്ഞത്, എൻ്റെ പടം ഞാൻ കണ്ടു, എൻ്റെ കണ്ണ് നിറഞ്ഞു പോയത്. എനിക്കത് ഭയങ്കര അപ്രിസിയേഷനായിട്ട് തോന്നി. സാറ് പറഞ്ഞു നിൻ്റെ ഡാൻസൊക്കെ ഇഷ്ടമായി, അപ്പോൾ നിൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് നിനക്ക് ഫൈറ്റ് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അതിലെ ഡാൻസിലോട്ട് ഞാൻ വരികയായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയൊക്കെ പറഞ്ഞാലും ഒരു ഡാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം പെട്ടെന്ന് നൃത്തം എന്ന് പറഞ്ഞാൽ മനസ്സിൽ ലാലേട്ടൻ്റെ നൃത്തമാണ് നമുക്ക് ഓർമ്മ വരിക. പക്ഷേ ശരിക്കും ഒരു മെയിൽ ആക്ടർ ഡാൻസ് ചെയ്ത് വരുമ്പോൾ കുറച്ച് പ്രാക്ടീസ് വേണം. അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ്, അതിൻ്റെ മൂവ്മെൻറ്റ്സ്, ബോഡി ലാംഗ്വേജ് എല്ലാം അതിനൊരു പ്രത്യേക ഭംഗി തന്നെ വേണം, കഴിവും വേണം. എത്രത്തോളം അത് ഹോംവർക്ക് ചെയ്തു ഡാൻസിന് വേണ്ടിയിട്ട്? അതിനൊന്നും ചെയ്തിട്ടില്ലെന്നുള്ളതാണ്. അപ്പോൾ കാര്യം ആ സ്റ്റെപ്പൊക്കെ ചെയ്തപ്പോൾ ശരിക്കും കറക്റ്റ് മൂവ്മെൻറ്റ്സും ശ്രദ്ധിക്കപ്പെടുമായിരുന്നു. അതിന് നന്നായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ദിനേശ് മാസ്റ്റർക്കാണ് കൊറിയോഗ്രാഫി ചെയ്ത. ഞങ്ങൾ അമർ ചെയ്തതും ദിനേശ് മാസ്റ്റർ ആയിരുന്നു. മാസ്റ്ററുടെ ഡേറ്റിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സോങ് വെച്ചത് പോലും. ആദ്യം പ്ലാൻ ചെയ്ത് വേറെ ഡേറ്റിലായിരുന്നു, പിന്നെ മാസ്റ്റർക്ക് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് മാസ്റ്റർ ഉള്ള ദിവസത്തേക്ക് സോങ് ഞങ്ങൾ മാറ്റി. അപ്പോൾ ഇത് ചെയ്യുമ്പോഴും ഫിക്സ് ചെയ്യുമ്പോഴും നാദിർഷയുടെ മനസ്സിൽ വേറൊരു ഐഡിയ ഉണ്ടായിരുന്നു. വേറെ ഒരു ചാനലിൽ റിയാലിറ്റി ഷോയിലെ ഡാൻസേഴ്സിനെ വെച്ചിട്ട് ചെയ്യാം, വെറുതെ സന്തോഷവും ആഘോഷമൊക്കെ ആയിട്ട് ഞാനും അതിൻ്റെ കൂട്ടത്തിലൊക്കെ നിന്നാൽ മതി എന്നുള്ള ലൈനിൽ. അപ്പോൾ ഡാൻസ് കളിക്കുമെന്ന് വെച്ചപ്പോൾ എനിക്കില്ല, ഞാനിതുവരെ കളിച്ചിട്ടില്ല, എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞു. എന്നാലും ഡപ്പാങ്കൂത്ത് സോങ്ങൊക്കെയാണല്ലോ. പക്ഷേ മാസ്റ്റർ വന്ന് ആദ്യത്തെ ദിവസം ഒരു 2 ഷോട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ മാസ്റ്റർ പറഞ്ഞു, സാർ ഇവൻ പണ്ണു സാർ സൂപ്പറാ പണ്ണു എന്ന് പറഞ്ഞു. മാസ്റ്റർ കോൺഫിഡൻ്റായി. അപ്പോൾ ഇക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു. മാസ്റ്റർ എന്നിട്ട് അതിൽ കൂടെ ഒരു പോർഷനിൽ അഭിനയിക്കുകയും ചെയ്തു. നീതാ ഋത്തിക് റോഷൻ എന്നൊക്കെ പറയുമ്പോൾ അത് ദിനേശ് മാസ്റ്ററാണ്.
നമുക്ക് മലയാള സിനിമയിൽ നമ്മൾ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്, യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളതാണ് തൊടുപുഴ, കട്ടപ്പനയൊക്കെ. ഈ ഋതിക് റോഷനിൽ എത്രത്തോളം എക്സ്പ്ലോർ ചെയ്തു? കാര്യം നമ്മൾ എടുത്തിട്ടുള്ള സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കണം, ആൾക്കാർ കണ്ടുമെടുത്തതാവരുത്, എന്നാൽ ഈ കഥയ്ക്കനുസരിച്ച് സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന ലൊക്കേഷൻ ആയിരിക്കണം. തൊടുപുഴ, കട്ടപ്പന, വാഗമണ്ണിലൊക്കെ ആയിരുന്നു നമ്മുടെ ഷൂട്ടിങ്. അപ്പോൾ ഇതിൽ നമ്മുടെ മനസ്സിലെന്ന് പറഞ്ഞാൽ ആ ഒരു പച്ചപ്പും ആ ഗ്രാമഭംഗിയും ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ലൈനിൽ. അപ്പോൾ ഞങ്ങൾ ക്യാമറമാൻ ശ്യാമേട്ടനോട് ചോദിച്ചു, ചേട്ടാ നമുക്ക് ഭയങ്കര വിഷ്വൽ ബ്യൂട്ടി ആയിരിക്കുമല്ലേ പടം എന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞ് ഇല്ല അങ്ങനെയൊന്നും ആയിരിക്കില്ല. അതെന്തായിട്ടാ? അല്ല, നമ്മൾ ഈ കഥാപാത്രങ്ങളും അവരുടെ മാനസികാവസ്ഥയും അതിൽ നിന്ന് സബ്ജക്റ്റീവ് ആയിരിക്കും. ഈ സിനിമയ്ക്ക് ഞാൻ അങ്ങനെയാണ് ഇതിനെ കൺസീവ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ ഈ മാനസിക വ്യാപാരങ്ങളിൽ നിന്ന് ആ പ്രേക്ഷകൻ്റെ കണ്ണ് അപ്പുറത്തെ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ആ പുഴ ഇതിലേക്ക് പോകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാണ്, പടം കഥയ്ക്ക് അനുയോജ്യമായ ആ രീതിയിൽ തന്നെയാണ് പുള്ളി ചെയ്തേക്കുന്നത്. ഇവരുടെ മാനസികാവസ്ഥയ്ക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണതെന്നുള്ള ലൈനിൽ പുള്ളി പറഞ്ഞു. സിനിമ കണ്ടു കഴിഞ്ഞ് വരുമ്പോൾ നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. വളരെ അടുത്ത സുഹൃത്തിൻ്റെ അച്ഛൻ ധർമ്മജൻ, ആരും ശ്രദ്ധിച്ചു പോകും ആ ഒരു ക്യാരക്ടർ. ഇങ്ങനെയായിരുന്നു ആ ഒരു ക്യാരക്ടർ ചൂസിങ്ങും കാസ്റ്റിങ്ങും ഒക്കെ? അത് ധർമ്മേട്ടനെ കണ്ടു തന്നെ ഞങ്ങൾ എഴുതിയ കഥാപാത്രമാണ്. മീൻസ് ധർമ്മേട്ടനെ കൊണ്ട് തന്നെ ചെയ്യിക്കണമെന്ന് നിങ്ങൾ മനസ്സിലായി. ധർമ്മജൻ്റെ അച്ഛൻ്റെ ക്യാരക്ടർ മൊത്തം ആ ഒരു ഡയലോഗ് ഡെലിവറി ആയാലും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ആയാലും ശരിക്കും ഒരു ഹെൻപെക്ഡ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ്. അതും കോട്ടയം പ്രദീപേട്ടനെ തന്നെ വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായി. അപ്പോൾ പുള്ളിക്ക് ഡേറ്റ് ഉണ്ടായില്ല, വേറെ പടത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ നേരിട്ട് വിളിച്ചായിരുന്നു പ്രദീപേട്ടനെ, ചേട്ടാ എന്ത് പരിപാടിയാണ്, ചേട്ടനെ കണ്ട് ചേട്ടന് വേണ്ടിയിട്ട് എഴുതിയേക്കുന്ന സാധനമാണ്, കിടുക്കി തിമിർത്തു കലക്കി, ഇത് ചേട്ടൻ പറഞ്ഞാലേ ക്ലിക്കാവുള്ളൂ. ചേട്ടന് അപ്പോൾ പ്രദീപേട്ടന് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, മറ്റേ എല്ലാ സിനിമകളിലും ഇതുണ്ട് അതുണ്ട് എന്ന് പറയണം. അത് അപ്പോൾ ഭയങ്കര ടൈപ്പ് കാസ്റ്റ് പോലെ എല്ലാ പടത്തിലും അത് പറയിച്ച് എനിക്ക് മടുത്ത വിഷ്ണു എന്ന് പറഞ്ഞിട്ടുണ്ടായി പുള്ളി. അപ്പോൾ അതിൽ നിന്നൊരു മോചനം കൂടിയാണ്, വേറൊരു സ്റ്റൈലിലൊരു സാധനമാണ്. ഇതെന്തായാലും ചേട്ടൻ ചെയ്യണം എന്ത് ചെയ്തിട്ടാണെങ്കിലും. അപ്പോൾ പുള്ളി അവിടെ വേറെ ലൊക്കേഷനിലായിരുന്നു, അവിടെയൊക്കെ പറഞ്ഞ ഒരു വിധത്തിൽ ഡേറ്റൊക്കെ ഒപ്പിച്ച് പുള്ളി വന്ന് ചെയ്തു, ഗംഭീരമാവുകയും ചെയ്തു. മലയാള സിനിമയിലെ എഴുത്തുകാരെന്ന് പറയുന്നത് അനുഗ്രഹീതരായ എഴുത്തുകാരൻ നിറഞ്ഞു നിൽക്കുകയാണ് മലയാള സിനിമ. എത്രത്തോളം അങ്ങനെ ഒരു അവലോകനം നടത്തിയിട്ടുണ്ട്, ആ ഒരു വായനയും അങ്ങനെ ഒരു നോട്ടവും ഒക്കെ എത്രത്തോളം നടത്തിയിട്ടുണ്ട്? ഒരു നിരീക്ഷണം എന്ന് വെച്ചാൽ ഇതുമായിട്ടൊന്നുമല്ല, ബട്ട് എന്നാലും നമ്മളെ അതിശയിപ്പിക്കുന്ന നമ്മളെ മോഹിപ്പിക്കുന്ന എഴുത്തുകാരാണ്. ആ ഒരു ഇതിനൊരു മറുപടി പറയാൻ പോലും ഉള്ള വിവരം എനിക്കില്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ എഴുത്തുകാരെന്നുള്ള കൂട്ടത്തിലെ എന്നെയും ഇവനെ പെടുത്താൻ പറ്റില്ല. ഞങ്ങൾ ഒരുപാട് സമയമെടുത്ത് സിറ്റുവേഷൻ അനുസരിച്ച് വളരെ സമയം, ഒരു എഴുത്തുകാരല്ല ഞങ്ങൾ ആക്ച്വലി. പെട്ടെന്ന് ഒരു പടം എഴുതി കളയാം ടക്ക്, ആ പരിപാടി ഞങ്ങൾക്ക് നടക്കില്ല. ഞങ്ങൾ ഇഷ്ടം പോലെ സമയമാണ്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും തല്ലുപിടിച്ചും തർക്കിച്ചും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൺവിൻസിങ് ആവണ സീനുകൾ എഴുതി അങ്ങനെ ഒരുപാട് സമയം എടുത്തേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മലയാള സിനിമയുടെ എന്നല്ല, ഏത് സിനിമയുടെ ഒരു സ്വഭാവ സവിശേഷത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പടം ചെയ്തു 2 പടം ചെയ്തു, ഭാഗ്യം കൊണ്ട് സ്വന്തമായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞ സിനിമയിൽ താരങ്ങൾ വന്ന് അഭിനയിച്ച് തകർത്തു. പക്ഷേ എഴുതി കഴിഞ്ഞാൽ 1-2 വിജയം കഴിഞ്ഞ് വീണ്ടും പിന്നെ നമ്മളുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, സൂപ്പർ സ്റ്റാർസിനെ വെച്ചൊരു പടം ചെയ്യണമെന്നാണ്. ഇതുവരെയുള്ള ചരിത്രം നോക്കിയാലും ആഗ്രഹങ്ങൾ നോക്കിയാലും ഒക്കെ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടോ? ആഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പോലെ നമുക്കും ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ്. വലിയ സ്റ്റാർസ്, ഇപ്പോൾ മമ്മൂക്കാണെങ്കിലും ലാലേട്ടനാണെങ്കിലും അങ്ങനെ വലിയ താരങ്ങൾ നമ്മുടെ സ്ക്രിപ്റ്റിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമുള്ള കാര്യം. പക്ഷെ അങ്ങനെ പ്ലാൻ ചെയ്യാനുള്ള ധൈര്യം ഞങ്ങൾക്ക് ആയിട്ടില്ല. അപ്പോൾ ഈ കഴിഞ്ഞ സിനിമകളാണെങ്കിലും ഞങ്ങളുടെ പ്ലാനിങ് പോലെയൊന്നും അല്ല നടന്നേക്കണം. നമ്മളെന്തോ പ്ലാൻ ചെയ്യുന്നു, നമുക്കതിനേക്കാൾ ബെറ്ററായിട്ട് ദൈവം കൊണ്ടു തരുന്നു. രണ്ടാമത്തെ സിനിമയും ഞങ്ങൾ പ്ലാൻ ചെയ്ത് വേറെയാണ്, അതിനേലും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ദൈവം ഞങ്ങൾക്ക് കൊണ്ടുവന്നത്. ഇനിയും നമ്മളായിട്ട് അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്യാനുള്ള, ഇത് സംഭവിച്ചോളും. അതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. 2011 കഥ എഴുതി തുടങ്ങിയത്. കോളേജ് പാസ് ഔട്ട് ചെയ്തത് എന്നാണ് 2007. ആ ബാക്കിയുള്ള 4 വർഷത്തെ കാര്യമാണ് എനിക്കറിയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരായ ആൾക്കാർ നമ്മളൊരാഗ്രഹം നിവൃത്തിയിലേക്ക് എത്തുമ്പോൾ, ആ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ ഒരുപാട് സമയം വേണം. അതിനിടയിലുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഫ്രസ്ട്രേഷനാണ്, ഫെഡപ്പാവും, കരയും, തോറ്റുപോവും, നിരാശ, ഒരു വല്ലാത്ത സമ്മർദ്ദത്തിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. ആ ഒരു 4 വർഷം എങ്ങനെ ഓർക്കുന്നു?
ഭീകര ചോദ്യം പോയത്. അതാണ് താരമായിട്ട് സമ്മതിച്ച്. ആ 4 വർഷം ഈ പറഞ്ഞ പോലെ ഞാൻ ഇൻഷുറൻസിൻ്റെ വർക്കും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ ബിസിനസ് പോലെ. അതൊന്നും വർക്കൗട്ടായില്ല. അതിൻ്റെ കൂട്ടത്തിലിടയ്ക്ക് അഭിനയം ഉണ്ടായി, ചാനൽ പരിപാടികളിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, അതിൻ്റെ ഡയറക്ടർക്ക് നൗഫൽക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സ്ക്രിപ്റ്റ് എഴുതാൻ പോണത്. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് കുറേ പ്രോഗ്രാംസിൽ. നൗഫലിനോട് ഞാൻ പറഞ്ഞ തെറ്റില്ലല്ലോ അല്ലേ, 1 പിഴച്ചാൽ 3 എവിടെയോ മലയാളത്തിലൊരു പ്രോവർബുണ്ട്, അടുത്തതും നൗഫലിൻ്റെ പേരാണ് കേൾക്കുന്നത്. അത് അങ്ങനെ ചാനൽ പരിപാടികളിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് കുഞ്ഞു വേഷങ്ങളിലൊക്കെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വന്ന സിനിമകളാണ് ബാച്ചിലർ പാർട്ടി, ഇയോബിൻ്റെ പുസ്തകം, അസുരവിത്ത്, പൊട്ടാസ് ബോംബ്, കമ്മത്താൻ, അങ്ങനെ കുറേ സിനിമകളിൽ കുഞ്ഞു വേഷങ്ങളൊക്കെ അഭിനയിച്ചു. പിന്നെ അതിനൊക്കെ ആരാണ് വിളിക്കുന്നത്? അപ്പം മനസ്സിൽ സിനിമ ഉണ്ടായിരുന്നു? പിന്നില്ലേ, ഞാൻ +1 പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് എൻ്റെ വീടപ്പൻ്റെയിൽ അഭിനയിക്കുന്നത്. അതിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർ നിഷാദ് ഖാൻ എന്ന് പറയുന്ന ചേട്ടനാണ് വിളിച്ചത്. അല്ല, ഈ കട്ടപ്പനയിലെ ഡയലോഗ് പോലെ തന്നെ, കാര്യം ഈ സിനിമയിൽ നമ്മൾ ഒരു ക്യാരക്ടർ ചെയ്താൽ പിന്നെ ആ ഒരു ടൈപ്പ് കാസ്റ്റ് സ്റ്റീരിയോ ടൈപ്പ് ആയി പോകുമെന്നുള്ളൊരു പേടി. അതുപോലെ 1 സീൻ 2 സീൻ 3 സീൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്നും ഇങ്ങനെ കിട്ടുള്ളൂ, അങ്ങനെയൊക്കെ ചിന്തിച്ചോ? പേടി ഉണ്ടായിരുന്നു? പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കാളും എന്നെക്കുറിച്ച് കൺസേൺഡ് ആയിരുന്നത് എൻ്റെ സുഹൃത്തുക്കളൊക്കെയാണ്. അവർക്കൊക്കെ ഈ പേടിയുണ്ടായി. പക്ഷെ ഞാൻ ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ ശരിയാണല്ലോ, അവർ പേടിച്ച് ശരിയാണല്ലോ തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് ആ പേടിയില്ല. എൻ്റെ ഉള്ളിൽ എവിടെയോ ഞാൻ നാളെ എത്തും, എവിടെയോ നായകനാവാൻ, അല്ല ഞാൻ സത്യം പറഞ്ഞേ. അപ്പോൾ എനിക്ക് എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് ഈ കട്ടപ്പന ഷൂട്ടിൻ്റെ ആ സമയത്ത്, ഷൂട്ട് തുടങ്ങുന്ന സമയമായപ്പോഴാണ് അവൻ എന്നോട് പറയണത്, എടാ നീ ഇത് പ്രതീക്ഷിച്ചിരുന്ന ശരിക്ക് ഇങ്ങനെ എന്തെങ്കിലും നായകനാവും എന്നൊക്കെ. ഞാൻ പറഞ്ഞാൽ എന്ത്? അല്ല ഞാൻ വിചാരിച്ച നീ ഇങ്ങനെ വല്ല കോമഡി മാക്സിമം പോയാൽ എന്തെങ്കിലും ഒരു കോമഡി റോളൊക്കെ കിട്ടുമെന്നിട്ട് ഞാൻ ഓർത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു നീ ശരിക്കും പറയണത്? അവൻ പറഞ്ഞാൽ സത്യം, എല്ലാവരും ഇങ്ങനെ വെറുതെ നമ്മൾ ഭാവിയിൽ നടനാവുമെന്നൊക്കെ ഇങ്ങനെ വെറുതെ പറയല്ലോ, ആ കൂട്ടത്തിൽ നീ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഓർത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴാണ് അവനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവണേ, നമ്മളിങ്ങനെ ഓക്കെടാ ഓൾ ദ ബെസ്റ്റ് ഇങ്ങനെയൊക്കെ എല്ലാവരും പറയുന്ന കൂട്ടത്തിൽ ഇതേപോലെ എല്ലാവരും മനസ്സിൽ കരുതിയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ മണ്ടനായോണ്ടാണെന്ന് എനിക്കറിയില്ല, എൻ്റെ ഉള്ളിൽ എന്തായാലും നാളെ ഞാൻ സിനിമയിലെത്തും, നടനാവും എന്നൊക്കെയുള്ളൊരു ധാരണ പണ്ടേ ഉണ്ടായിരുന്നു. ഡബ്ബിങ് ടൈമിലും മിക്സിങ് ടൈമിലും ഒക്കെ സിനിമ കണ്ടിട്ടുണ്ട്, സ്ക്രീനിൽ കണ്ടു. പക്ഷേ തിയേറ്റർ എക്സ്പീരിയൻസ്, ആദ്യമായിട്ട് അഭിനയിക്കുന്ന അപ്പം പ്രേക്ഷകരുടെ കൂടെ ഇരുന്ന് കാണുന്ന ഒരു എക്സ്പീരിയൻസ്, അതിന് ടെൻഷൻ ഉണ്ടായിരുന്നു. ഡബിൾ ടെൻഷനാണല്ലോ ഈ പടത്തിന്. ആസ് റൈറ്ററും ആസ് എൻ ആക്ടറും. ആൾക്കാരൊക്കെ തിരിച്ചറിഞ്ഞു ഉണ്ടോ കൂടെ ഉണ്ട്? അത് റിലീസിന് മുമ്പേ തിരിച്ചറിയുന്നുണ്ട്. കാരണം ഈ നമ്മുടെ പടം അനൗൺസ് ചെയ്തപ്പോൾ തുടങ്ങിയ നല്ല പബ്ലിസിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ ലോഗോയിൽ തന്നെ എൻ്റെ മുഖം ഉണ്ടല്ലോ, കണ്ണടയും. അപ്പോൾ എറണാകുളത്ത് പ്രത്യേകിച്ച് തന്നെ ആളുകൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. റിലീസിൻ്റെ അന്ന് ഈ തിയേറ്ററിൽ ആദ്യം രാവിലെ അമ്പലത്തിലും പള്ളിയിലൊക്കെ പോയിട്ടാണ്, ലുലുവിലാണ് ഞാൻ ആദ്യം രാവിലെ ചെല്ലണേ. അവിടെയാണ് ആദ്യത്തെ ഷോ, 9:30 ഷോ തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ചെന്നു. അപ്പോൾ ആളുകളൊക്കെ മറ്റേ പയ്യൻ ഓൾ ദ ബെസ്റ്റ് കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പോയി. ഞാൻ കയറിയില്ല, ഞാൻ അവിടെ നിന്ന് നേരെ ഇറങ്ങി ഒബറോൺ മാളിൽ ചെന്നു. അപ്പോൾ അവിടെ 10:30 ഷോ. ഞാൻ ഒരു 10:15 വരെ അവിടെ നിന്നു. അപ്പോൾ ആളുകളൊക്കെ അതേ പയ്യൻ ഓക്കെ 2-3 പേര് ഫോട്ടോ ഒക്കെ എടുത്തു. അവർ പടത്തിന് കയറി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ സവിത തിയേറ്ററിലേക്ക് വന്നു. അവിടെയാണ് നമ്മളെല്ലാവരും കൂടി കാണാൻ വേണ്ടി തീരുമാനിച്ചേക്കണം. അവിടെ മൾട്ടിപ്ലക്സിലല്ലാണ്ട് പഴയ തിയേറ്ററിൽ കണ്ടാലാണ് അതിൻ്റെ ഒരു ഓളം ബഹളം ഉണ്ടാവുള്ളൂ. ടെൻഷൻ അടിച്ച് സവിതയിലെത്തി. അപ്പോൾ അവിടെ ഭയങ്കര ചെണ്ടമേളവും ബാൻഡ് മേളവും ബഹളവും നിറച്ച ആൾക്കാരും ഒക്കെയായിരുന്നു. പടം കാണാൻ കയറി ഇരുന്നു. ഞാനും ബിബിനും ഒരുമിച്ചായിരിക്കണം. ഞങ്ങളിങ്ങനെ അപ്പോൾ ഈ സ്ക്രീനിൽ വരുന്ന ഓരോ സീനിനും ചിരിയും കയ്യടിയും ഉണ്ടോ, നമ്മളതൊക്കെ ഇതിങ്ങനെ ആദ്യ ഷോ ആണല്ലോ, ജനങ്ങളുടെ മുമ്പിൽ. ഇപ്പോൾ നമ്മൾ കണ്ട് ഓക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ചെയ്തേക്കണത്, ആവശ്യമൊക്കെയും ഞങ്ങൾക്കും ഓക്കെ എന്നുള്ള രീതിയിലാണ് ഫൈനൽ ഔട്ട് വന്നേക്കണത്. ഇത് തന്നെ ആളുകൾക്കും ഓക്കെ ആവണം, അവിടെയാണ് നമ്മുടെ ഇത് അറിയണ തീരുമാനം. അത് പടം ഇൻ്റർവെല്ലായപ്പോൾ തന്നെ എല്ലാവരും വന്ന് ഭയങ്കര അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ഇവിടം വരെ ഓക്കെ, പിന്നെ നമ്മൾ ഇനിയുള്ള കാര്യമാണ് ബാക്കി. ഇനിയുള്ളതിൽ ഇൻ്റർവെല് കഴിഞ്ഞിട്ടാണല്ലോ ബാക്കി ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നെ. അതും കൂടിയൊക്കെ ഓക്കെ ആവുമോ, പിന്നെ അതിനുള്ള ടെൻഷനായി.
പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ആളുകൾ എല്ലാവരും കൈയടിച്ച് അവിടെ നിന്ന് എടുത്തുകൊണ്ടാണ് പോകുന്നത് പുറത്തേക്ക്. അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് താഴെ വെച്ചത്. അപ്പം എൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു, അമ്മയും അമ്മായിമാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ആളുകൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഞാനിങ്ങനെ ദൂരെ നിന്ന് കണ്ടു അവരൊക്കെ ഇങ്ങനെ കണ്ണു നിറഞ്ഞ് ഹാപ്പി ആയിട്ട് നിൽക്കണം. ഭയങ്കര സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്. മലയാളത്തിൻ്റെ ഒരു സൂപ്പർ സ്റ്റാറാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. ആദ്യത്തെ ഡിസ്കഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഒരു പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യണമല്ലോ സംഭവം. ഏറ്റവും വളരെ കുറഞ്ഞ സമയത്ത് ഏറ്റവും മികവാർന്ന രീതിയിൽ വേണം അവരെ വിശ്വസിപ്പിക്കാൻ. അതെ, പ്രൊഡ്യൂസർ ഇവർ 3 പേരും കൂടിയാണ് ആക്ച്വലി. നമ്മുടെ അമറിൻ്റെ പ്രൊഡ്യൂസറായ ഡോക്ടർ സക്കറിയ തോമസ്, പിന്നെ ദിലീപേട്ടനുണ്ട്. ദിലീപേട്ടനും നാഷിക്കയും കൂടി ഒരു കമ്പനിയാണ് ആദ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ആണ് പ്രൊഡ്യൂസേഴ്സ്. ദിലീപേട്ടനെ ഞങ്ങൾ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ നാദർഷിക്ക പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപേട്ടന് വേറെ ഒന്നുമില്ല. ദിലീപേട്ടൻ നാഷിക്കയോട് ചോദിച്ചത് നീ കോൺഫിഡൻ്റ് ആണ് അതിൽ. അപ്പോൾ എനിക്ക് പറഞ്ഞ് ഞാൻ കോൺഫിഡൻ്റ് ആണ്, നമുക്ക് ചെയ്യാടാ എന്നുള്ള ലൈനിലാണ് പറഞ്ഞത്. കഥ ദിലീപേട്ടനെ കേൾപ്പിച്ചു എന്നേ ഉള്ളൂ. ദിലീപേട്ടനെ ദിലീപേട്ടൻ ദിലീപേട്ടൻ എല്ലാവരും പറഞ്ഞത് ദിലീപേട്ടൻ ഭയങ്കര ഇടപെടലൊക്കെ ആയിരിക്കുമല്ലേ, അപ്പോൾ കംപ്ലീറ്റ് തിരുത്തിയിട്ടുണ്ടാവില്ലേ എന്നൊക്കെ ചോദിച്ചു. ഒരു തിരുത്തലും വന്നിട്ടില്ല. ആദ്യത്തെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഇല്ല, പുള്ളിക്ക് തോന്നിയ സജഷൻ പുള്ളി പറഞ്ഞിട്ടുണ്ട്. നമ്മളെ എന്തായാലും ഷൂട്ടിന് മുമ്പ് ഇതൊന്ന് പോളിഷ് ചെയ്യാനിരിക്കുമല്ലോ, അതിന് മുമ്പാണ് പുള്ളി കേട്ടത്. കുറച്ച് ഇംപ്രവൈസേഷൻ എല്ലായിടത്തും വരും. അത് മാത്രമേ വരുത്തിയിട്ടുള്ളൂ. വേറെ ബിബിനും വിഷ്ണുവും കൂടെ ഇരിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഇംപ്രവൈസേഷനും അഭിനയവും എഴുത്തും സ്റ്റണ്ടും ഒക്കെ വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും ഒരു 3 പേര് 4 പേര് നിന്ന് നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് ചില സ്ക്രീനിൽ ആവശ്യമില്ലാത്ത ഡയലോഗുകൾ കുത്തി നിറയ്ക്കുന്നത്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിഹേഴ്സൽ എങ്ങനെയായിരുന്നു? ആ ഒരു ഞങ്ങൾ എഴുതുമ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു നോക്കും, ആക്ടേഴ്സും കൂടെയാണല്ലോ ഞങ്ങൾ ചെയ്തു നോക്കും. പിന്നെ ഈ ഒരു സ്റ്റേജിൻ്റെ ഇത് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട്, സിസ്റ്റം അറിയാവുന്നതുകൊണ്ട് അനാവശ്യമായിട്ട് എന്തെങ്കിലും വന്നാൽ നമുക്കത് അടിക്കും. അപ്പോൾ ഇതിവിടെ വേണ്ട, അയാളവിടെ മിണ്ടണ്ട, അല്ലെങ്കിൽ അയാളവിടെ മിണ്ടണം, ഇയാൾ കുറേ നേരം ഇവിടെ പോസ്റ്റായിട്ട് നിൽക്കണം, ഇയാൾ എന്തെങ്കിലും പറയണം, അല്ലെങ്കിൽ പിന്നെ അയാൾ എന്തിനാണ് ആ സീനിൽ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഒരുപാട് റിവിഷൻ ഇതിൻ്റെ മീതെ നടന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് 2 പേർക്കും ഓക്കെ എന്ന് പറഞ്ഞിട്ടൊരു സീൻ ഞങ്ങൾ വെക്കാറുള്ളൂ. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇത്രയും സീൻസ് ഏകദേശം എത്ര സമയമെടുത്തു ഈ കഥയൊന്ന് എഴുതി തീരാൻ? ഞങ്ങൾ സീൻ ഓർഡർ എഴുതാനായിട്ട് വളരെ കുറച്ച് സമയം വന്നിട്ടുള്ളൂ. 1 മാസത്തിനുള്ളിലൊക്കെ സീൻ ഓർഡറൊക്കെ തീർന്നുണ്ട്. 2 ആഴ്ച കൊണ്ടൊക്കെ തീരും. പക്ഷേ ഇത് പിന്നെ പോളിഷ് ചെയ്ത് സിനിമയ്ക്ക് തൊട്ട് മുമ്പുള്ള ഇതാക്കാനായിട്ട് വർഷങ്ങളുടെ അധ്വാനം ഉണ്ടായില്ല. അപ്പോൾ വിഷ്ണു ഉയരങ്ങളിലേക്ക് എത്തട്ടെ. താങ്ക് യു. വീണ്ടും വീണ്ടും മലയാള സിനിമയിൽ അടയാളപ്പെടുത്താനുള്ള അവസരങ്ങൾ ലഭിക്കട്ടെ. താങ്ക് യു സോ മച്ച്. സന്തോഷം. എന്തായാലും ഈ പരിപാടിയിൽ വിളിച്ചതിലും പ്രേക്ഷകരുമായിട്ട് സംസാരിക്കാൻ സാധിച്ചതിലും എനിക്ക് സന്തോഷം. താങ്ക് യു.